Hi guys, welcome back to Ashita's cooking vlog. So இந்த வீடியோவில் நம்ம என்ன பண்ண போகிறோம்னா வெஜிடபிள் ரைஸ். ஸோ இந்த வீடியோவை கடைசி வரை பாருங்கள். വെജിറ്റബിൾ റൈസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമോ? ഇന്ന് ഞാൻ രാവിലെ സ്കൂളിലത്തേക്ക് വെജിറ്റബിൾ റൈസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഞാൻ കഞ്ഞിക്കുള്ള അരിയും ഇട്ടിട്ട് ഞാൻ ഭ്രാന്ത് പിടിച്ച് വേറെ എന്തൊരു പണി നോക്കിയിട്ടിരുന്നതാണ്. ആ നേരം നോക്കി ഈ ചോറ് ഫുള്ളും മൂട്ടി പിടിച്ച്. അത് കണ്ടിട്ട് അതിനെ കളയാനും എനിക്ക് മനസ്സ് വന്നില്ല. പിന്നെ എന്ത് ചെയ്യും, എൻ്റെ സൈഡല്ലേ തെറ്റ്. അത് കണ്ട് ഞാൻ പതുക്കെ ആരടുത്തും പറയാതെ ആ ചോറിനെ അടിച്ചിട്ടിട്ട് ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ കൊടുത്തു വിടേണ്ട വെജിറ്റബിളായിരുന്നു. അതും വെജിറ്റബിളിന് ഭയങ്കര റേറ്റാണ് ചെന്നൈയിലൊക്കെ. അത് കണ്ട് കുറച്ച് മഷ്റൂം, ഒരു കവർ മഷ്റൂമും എടുത്ത് അതിൻ്റെ പരിപാടിയാണ്. കുറച്ച് എണ്ണ വീത്തിയിട്ട് ഒരു സവാള നീളത്തിന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് കുറച്ച് വതങ്ങിയതിന് ശേഷം അടുത്തൊരു ചട്ടുക എടുത്തിട്ട് നല്ല വതക്കെയാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സ് ഫുള്ളും കരഞ്ഞിട്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. എൻ്റെ സൈഡ് തെറ്റായിട്ടാണ് ഞാനെങ്ങാടെ നിന്ന് ഞാൻ തന്നെ മനസ്സിൽ കരയുന്നത്. അതേ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവരെ സൈഡാണ് ഈ ചോറ് മൂട്ടി പിടിക്കാൻ കാരണമെങ്കിൽ ഞാൻ അവരെ എല്ലാം ഇന്ന് തന്നെ ശരിയാക്കിയേനെ. എൻ്റെ വായിലുള്ളതെല്ലാം അവർ കേട്ടേനെ. പക്ഷേ ഞാനായതുകൊണ്ട് അനങ്ങാതെ ആ പണീനെ ഞാൻ തന്നെ ആരും കണ്ടുപിടിക്കാത്ത ലെവലിന് ആ ചോറിനെ വെജിറ്റബിൾ റൈസ് ചെയ്യുകയാണ്. ഇന്നലെ തന്നെ പിള്ളേർക്ക് വേണ്ടി ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾ വാങ്ങിച്ചിട്ട് വന്ന ഞാനാണ് പൂനെ പോലെ ഈ പണിയൊക്കെ നോക്കുന്നത്. പിന്നെ തക്കാളി അരിയാൻ മടിച്ചിട്ടാണ്. പിള്ളേർക്ക് ടൈം ആവണം. അതുകൊണ്ട് 4 തക്കാളി എടുത്തു. 4 തക്കാളിയും എടുത്ത് കുറച്ച് മല്ലിയിലയും എടുത്ത് അരയ്ക്കണം. അല്ലെങ്കിൽ മല്ലിയില ഫുള്ള് ഈ പിള്ളേരെടുത്ത് കളയും. എല്ലാം കൊണ്ട് എനിക്ക് രാവിലെ തന്നെ ദേഷ്യം വന്നിരിക്കുകയാണ്. അടുത്ത് കുറച്ച് തന്നെ ജീരകം ചേർത്തുള്ളൂ. അടുത്ത് ഒരു പീസ് പട്ട, അടുത്ത് 3-4 ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തു. വേറെ ആരെങ്കിലും എനിക്ക് അരയ്ക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് മിക്സി ജാറിലിട്ട് തക്കാളിയും ഇതെല്ലാം ആയിട്ട് ഞാൻ ചേർത്തിട്ട് അരയ്ക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അരയ്ക്കുമെന്ന് ഞാൻ കാണിച്ച പണിക്ക്. അത് അരച്ചെടുക്കണ നേരം ഉള്ളി ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ചോറ് പൊഞ്ഞു പോയത് ആർക്കും അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചു. അതുകൾ റെഡിയാവണ നേരം നോക്കിയിട്ടാണ് ഞാൻ ഈ പണിയെല്ലാം വേണ്ടാത്ത എല്ലാ വേലയും ഞാൻ നോക്കി വയ്ക്കുന്നത്. 1 ഗ്ലാസ് അരി എടുത്ത് കുറച്ച് കുക്കറിലിട്ട് വെച്ചാൽ മതിയായിരുന്നു. നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മൊത്തമായിട്ടെടുത്ത് ചോറ് വെച്ചു. അടുത്ത് കുറച്ച് പന്നീറിരുന്നു. അതും എൻ്റെ തെറ്റാണ്. പാല് തിരുന്നു പോയി. അതിനെ അവർ അറിയിക്കാതെ ആ പാലിനെ പന്നീറാക്കി ഇതിൽ തന്നെ ചേർത്ത് ഞാൻ. ഇന്നത്തെ ദിവസമേ എനിക്ക് ശരിയില്ല. അടുത്ത് ബീൻസ് കുറച്ചെടുത്ത് അതും അടുത്ത് അരിഞ്ഞ് അതിൽ ചേർത്ത്. പിള്ളേർക്ക് 7 മണിക്കെല്ലാം സ്കൂളിൽ പറഞ്ഞു വിടുന്ന ഞാനാണ് ഇങ്ങനത്തെ വേണ്ടാത്ത വേലയെല്ലാം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. അടുത്ത് കുറച്ച് ക്യാരറ്റിന് ചോപ്പറിലിട്ടാൽ ശരിയാവില്ലെന്ന് പെട്ടെന്ന് കൊത്തി അരിഞ്ഞ്. ഒരാഴ്ചത്തേക്ക് വാങ്ങിച്ച മഷ്റൂമാണ് ഒരു ദിവസത്തേക്ക് ഞാൻ എടുക്കുന്നത്. എൻ്റെ മനസ്സ് എന്നെ തന്നെ ഞാൻ പറഞ്ഞാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്.
പെട്ടെന്ന് ഞാൻ വതക്കി എടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പണി തീർത്ത് പിള്ളേർക്ക് ചോറടിച്ച് സ്കൂളിൽ കൊടുത്തു വിട്ടാൽ മതിയെന്ന് എനിക്ക് തോന്നി. ഇനിയെങ്കിലും പാനിയിലിട്ട് വെച്ച് കുക്കറിൽ പിള്ളേർക്ക് കൊടുത്തു വിടുന്ന ചോറെങ്കിലും കുക്കറിലിട്ട് വേവിച്ച് കൊടുത്തു വിടണം. അതിൻ്റെ പണി തീർന്നില്ല. അതാണ് കുറച്ചും കൂടെ പോയി അരയ്ക്കണത്. അരച്ചതിനെയും കൊണ്ടവിടെ മാറ്റി വെച്ചു. ശരി, ഇനി ഉടനെ കഴിയുന്ന മിക്സിയും കൂടെ എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്സിനെ അവിടെ എടുത്ത് മാറ്റി. ഉടനെ കൈതട്ടി ഒരു സ്പൂണും ഞാൻ തള്ളിയിട്ടു. എൻ്റെ കയ്യിലിരിപ്പ് ശരിയില്ല പോലെ. അടുത്ത് വന്നു അതൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പണി തീരണേന്ന് പറഞ്ഞിട്ടാണ്. എന്തൊക്കെയോ നിന്ന് ചെയ്യണം. അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ട് ചതയ്ക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു കവർ ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് വാങ്ങിച്ച് അതും കൂടെ എളുപ്പത്തിന് ചേർക്കുകയാണ്. ഞാൻ കൈയിട്ട് നോണ്ടി വലിക്കണം. അത് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാൻ തന്നെ. അതിനെ നൈറ്റിയിൽ കുറച്ചായി. ഒരു തുണിയിൽ എൻ്റെ എല്ലാ നൈറ്റിയിലും അതേ ഇതാണ്. ഞാൻ തന്നെ കയ്യിലിരിക്കുന്ന എല്ലാ അഴുക്കിനെ എൻ്റെ തുണിയിൽ തന്നെ ഞാൻ തേക്കും. ഇതേ തെറ്റ് പിള്ളേർ ചെയ്താൽ ഞാൻ കീറി മേടിക്കും. സ്ലോ ആയിട്ട് നിന്ന് പണി നോക്കിയിട്ട് എന്നിട്ട് എല്ലാ കുറ്റവും ഞാൻ പിള്ളേർ തന്നെ പറയും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. അടുത്ത് 1/2 സ്പൂൺ മുളക് പൊടി. ഈ നിറയെ മുളക് പൊടി ഇട്ട് കാരം കൂടിയ അതിൻ്റെ വില അത് കാണിക്കും. അതിൻ്റെ ആവശ്യത്തിന് മാത്രം. അതൊക്കെ വേണ്ട. ഇപ്പം ഉരുളി കമന്ന് വീഴും പോലെ ഇരിക്കുന്നു. അതിനൊരു തുണി വെച്ച് പിടിക്കാതെയാണ് ഞാൻ ഇരുന്ന് വതക്കണത്. അത് കറുത്തിരിക്കുന്ന കണ്ടിട്ട് തക്കാളി ഇട്ട് എന്ത് റെഡ് കളറിൽ ഇരിക്കാത്ത എന്തിന് കറ് കയറുന്നിരിക്കണമെന്ന് വിചാരിക്കേണ്ട. അത് പട്ടയും ആ മല്ലി ഇലയും ജീരകത്തിൻ്റെയും കളറാണ്. തക്കാളി എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം ചേർത്തിട്ട് വേണം അടുത്ത് എന്തൊക്കെയോ ആ മൂട്ടി പിടിച്ച് ചോറിട്ട് തന്നെ ഇത് റെഡിയാക്കുകയും ചെയ്യണം. എൻ്റെ അടുത്ത് എൻ്റെ മോള് സ്കൂളിൽ കൊണ്ടുപോകേണ്ട വെള്ളങ്ങളെല്ലാം ബാട്ടിൽ അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ടൈം ആവണം. അവർ കിടന്ന് റെഡിയായില്ലേ എന്ന് എൻ്റെ കയ്യിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അവരെ സൗണ്ട് ഇട്ടിട്ടാണ് ഈ പണി നോക്കുന്നത്. അടുത്ത മിക്സി പാത്രം നിറച്ച് വെള്ളം എടുക്കണം. ആ വെള്ളവും കൂടിപ്പോയി. അതിനെ വറ്റിക്കാൻ വേണ്ടി എത്രയോ മണിക്കൂർ നേരം ഈ ഗ്യാസിന് വില കൂടിയിട്ട് എൻ്റെ കൊഴുപ്പ് കുറഞ്ഞിട്ടില്ല. ഞാൻ വെള്ളം കൂട്ടി വെച്ചിട്ട് അതിനെ വറ്റിച്ച് എടുക്കാൻ നോക്കണം. അടുത്തും അവിടെ ഇട്ട് തുറക്കി കൊടുത്തു. അപ്പോൾ പണി നോക്കാതെ എന്തൊക്കെയോ ഞാൻ ചെയ്യണം. അതുമാത്രം എനിക്കറിയാം.
അടുത്ത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്, കുരുമുളക് പൊടി. പിള്ളേർക്ക് ടൈമിന് എനിക്ക് ചോറ് കൊടുത്തു വിടാൻ പറ്റിയില്ല. പിന്നെ അതുകളെ പറഞ്ഞു വിട്ടിട്ടാണ് കെട്ടിയവൻ്റെ അടുത്ത് ഈ ചോറിനെ ഞാൻ കൊടുത്തു വിടുന്നത്. നെയ്യ് 1 കിലോ നെയ്യിനെയും ഞാൻ തീർത്തിരിക്കണം, അതിനെ ഞാൻ കാണിക്കുകയാണ് തീർന്നെന്ന്. നെയ്യ് ഇരുന്നാൽ ആവശ്യമായിട്ട് എല്ലാത്തിനും ഞാൻ നെയ്യ് എടുക്കാറുണ്ട്. ഇനി എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് വാങ്ങിച്ചു വെക്കുമ്പോൾ അങ്ങേരുടെ വക ഒരു ചാട്ടം കേൾക്കാം. നിനക്കിപ്പം 1 കിലോ നെയ്യ് 900 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് നിനക്ക് ഇനി നെയ്യൊന്നും വേണ്ട, നീ എണ്ണ വെച്ച് യൂസ് ചെയ്താൽ മതിയെന്ന് പറയും. നീ ഡയറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് തിന്നുകൊണ്ട് നടക്കണമെന്ന്. അത് ശരിയാണ്. അടുത്ത റൈസ് ഫുള്ളും ഞാൻ കലത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്തൊന്നും കാണിക്കാതെ പതുക്കെ ഞാൻ കളിയെ പോലെ അതിൽ കോരി ഇടുകയാണ് ചെയ്യുന്നത് ചോറിന്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടി പോയെന്ന്, അതിൻ്റെ ഒരിതാണ്. വെള്ളം കൂടിയുണ്ട്, അതിനെ വറ്റിക്കാൻ ഞാൻ പെട്ട പാട്. പിന്നെ പിള്ളേർക്ക് ഞാൻ 10:30-ക്കെല്ലാമാണ് കെട്ടിയതിൻ്റെ അടുത്ത് ചോറിന് ഞാൻ കൊടുത്തു വിട്ടത്. അങ്ങേര് എന്നെ 2-3 പ്രാവശ്യം ഉറക്കുകയും ചെയ്യും. ചെറഞ്ഞു നോക്കണം അങ്ങേര്. ലാസ്റ്റ് റെഡിയായി. പിള്ളേർക്ക് കൊടുത്തു വിടുന്നതിന് മുന്നേ ഞാൻ തന്നെ ഒരു പാത്രത്തിലിട്ട് കുറച്ച് തിന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ലെന്നല്ല, 2 കോഴിമുട്ടയും 1 ക്യാരറ്റും നെല്ലിക്ക 1 പഴം 1 ഗ്ലാസ് മോരൊക്കെ ഞാൻ ഉള്ളിലാക്കി. എന്നിട്ട് എനിക്കൊരു വിശപ്പ് എന്തെന്ന് അറിഞ്ഞൂടെ, എന്ത് കഴിച്ചാലും വിശപ്പ് വന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ ഇത് ചൂടോടെ അങ്ങ് അണ്ണാക്കിൽ വാരിയിടുകയും ചെയ്യും. അത് റെഡിയായതും ആ പ്ലേറ്റിൽ കുറച്ച് ഞാൻ എടുക്കുകയാണ് ചോറ്. റൈസ് ചൂടോടെയാണ് കോരിയെടുത്തത്. ഭയങ്കര വിശപ്പ്, എന്തെന്നേ അറിഞ്ഞൂടാ കുറച്ച് ദിവസം കൊണ്ട്. പിന്നെ രാവിലെ വെച്ച മഷ്റൂം അല്ല, എന്തോ ഒരു ഗ്രേവി വച്ചിരുന്നു. ആ ഗ്രേവിയും കോരി അതും ചൂടാണ് എന്ന് ആർത്തി പിടിച്ച് അങ്ങനെ വാരി അണ്ണാക്കിൽ